ചിലർക്ക് തുടക്കത്തിൽ ചെറിയ വേദനയായിരിക്കും, പിന്നെ അത് ചെറിയ മുഴയായിട്ട് മാറും, പിന്നെ അത് വലിയ മുഴകളായിട്ട് വലിയ ഒരു മുഴയായിട്ട് മാറുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അനീഷ് രവി, കാരിത്താസ് മാതാ ഹോസ്പിറ്റൽ, കോട്ടയം കൺസൾട്ടൻറ്റ് ജനറൽ സർജനാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹെർണിയ എന്ന അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് ഹെർണിയ? ഹെർണിയ എന്നാൽ വയറിൻ്റെ മസിലുകൾക്ക്, അതായത് പേശികൾക്കുള്ള ബലക്കുറവിലൂടെ നമുക്ക് ഉള്ളിലെ കുടലോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായ അവയവങ്ങളോ തള്ളി വരുന്ന കണ്ടീഷനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചിലർക്ക് തുടക്കത്തിൽ ചെറിയ വേദനയായിരിക്കും, പിന്നെ അത് ചെറിയ മുഴയായിട്ട് മാറും, പിന്നെ അത് വലിയ മുഴകളായിട്ട് വലിയ ഒരു മുഴയായിട്ട് മാറുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഈ ഹെർണിയ എന്ന് പറയുന്നത് തുടക്കത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കത്തില്ല എന്നുണ്ടെങ്കിലും വളരെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? നമുക്ക് കുടലിനുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വെളിയിലേക്ക് വന്നിരിക്കുന്ന കുടലിൻ്റെ രക്തഓട്ടം കുറഞ്ഞ്, അതായത് അതിന് നിർജീവ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ നമ്മൾ ചികിത്സ തേടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ വേദനയോ അല്ലെങ്കിൽ നമ്മുടെ ഇടുപ്പ് ഭാഗങ്ങളിലോ അല്ലെങ്കിൽ വയറിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ചെറിയ മുഴയോ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുകയും അതൊരു ഹെർണിയ ആണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിനെ വളരെയധികം എളുപ്പത്തിൽ സർജറി ചെയ്ത് നമുക്കതിനെ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഹെർണിയയുടെ ഓപ്പറേഷനുകൾ എന്ന് പറയുന്നത് കീഹോൾ സർജറി ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ സർജറി ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സർജറികൾ എന്ന് പറയുന്നത്. ഈ രണ്ട് ഓപ്പറേഷനുകളിലും നമ്മൾ ഉള്ളിൽ ഒരു നെറ്റ് വെച്ച് ബലക്കുറവ് വന്ന ഭാഗത്തെ, വയറിനുള്ളിലെ പേശികൾക്ക് ബലക്കുറവ് വന്ന ഭാഗത്തെ നെറ്റ് വെച്ച് നമ്മൾ ഉള്ളിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഡോക്ടറുടെ സഹായം തേടുകയും ഒരു സർജൻ്റെ സഹായം തേടുകയും അത് ഹെർണിയ ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ തേടുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.